ബാർക്കോഴ കേസിൽ മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. വെള്ളിയാഴ്ച തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം. 3 പ്രാവശ്യം വിളിച്ചിട്ടും അർജുൻ സഹകരിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച്. ഇടുക്കി ജില്ലയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അർജുൻ രാധാകൃഷ്ണൻ അംഗമാണെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി MK വിനോദ് ചിരികയുടെ. വിനോദ്, മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകനെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി? തീർച്ചയായും KP, നമുക്കറിയാം ഈ ബാർ ഉടമകളുടെ ശബ്ദ സന്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അതായത് ബാർ ഉടമകളിൽ നിന്നും പണം പിരിക്കുന്നതായിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നു. അത് വലിയ വിവാദമായി. അതേ തുടർന്ന് സർക്കാരിന് തന്നെ അത് നാണക്കേടായി മാറി. കാരണം ഇത് ബാർ നയത്തിൽ സർക്കാരിൻ്റെ മദ്യനയം തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാർ ഉടമകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പണപ്പിരിവ് നടത്തിയത് എന്നുള്ള ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇതേ തുടർന്ന് ഇതിന്മേൽ ഉള്ള അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി MB രാജേഷ് DGPക്ക് തന്നെ നേരിട്ട് കത്ത് നൽകിയിരുന്നു. DGP ആ കത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുണ്ടായത്. ക്രൈംബ്രാഞ്ച് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണനോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ 3 തവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഹാജരായില്ല എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായി ഒരു കാലത്ത് ഈ അർജുൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അർജുൻ്റെ പിതാവിന് നേരത്തെ മദ്യശാല ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഇപ്പോൾ ആ ബാറിൻ്റെ ഓഹരി ഉടമകളിൽ പ്രധാനി എന്ന് പറയുന്നത് അർജുനാണ്. അങ്ങനെയാണ് അർജുൻ ബാർ ഉടമകളുടെ ആ അസോസിയേഷനിൽ അംഗമായിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അഡ്മിനുമായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൂടി അഡ്മിനായിരുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ളൊരു ശബ്ദ സന്ദേശം വന്നത്. അപ്പോൾ നമുക്കറിയാം, വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നാൽ അഡ്മിൻ കൂടി ആ കേസിലെ പ്രതിയാകുമെന്നുള്ളതാണ് ചട്ടം. അതിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ കൂടി ഹാജരാകണമെന്ന് 3 തവണ ആവശ്യപ്പെട്ടിട്ടും രാധാകൃഷ്ണൻ ഹാജരായില്ല. ഇപ്പോൾ അവസാനം വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണം, തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് അർജുനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ മറ്റൊരു വിവാദം ഉയരുന്നത്, ഇതിപ്പോൾ UDF ആയാലും LDF ആയാലും അവരുമായി ബന്ധപ്പെട്ട നേതാക്കളോ അവരുടെ ബന്ധുക്കളോ മക്കളോ ഒക്കെ ബാർ ഉടമകളുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അപ്പം വിനോദ്, ഈ കോൺഗ്രസിന്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ മറുപടി, ഇത് ബോധപൂർവം വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം ഇടതുപക്ഷം നടത്തുന്നു. ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർക്കാനുള്ള അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ പ്രതി ചേർക്കാനുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായും ഇനിയും ഇടതുപക്ഷത്തു നിന്ന് ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ എതിർ കക്ഷികളെ മോശപ്പെടുത്തി ഇതിൽ നിന്നും തടിയൂരുക എന്നുള്ള ഒരു പ്രായോഗിക സമീപനമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. UDF ഭരിച്ച കാലത്ത് LDF ആണ് ഇതിൻ്റെ ശക്തമായ സമരം ഉയർത്തിയത്. ബാർക്കോഴ വിഷയം വലിയ സമര പരമ്പരയായി തന്നെ അവർ ഉയർത്തിയിരുന്നു. വീണ്ടും LDF അധികാരത്തിൽ വന്നപ്പോൾ മദ്യനയം തിരുത്തുന്നതിന് പോലും ബാർ ഉടമകളുടെ ഇടപെടൽ, അത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശത്തിലൂടെ പ്രകടമായതാണ്. അത് വലിയ നാണക്കേടായി മാറി, സർക്കാരിന് തന്നെ വലിയ നാണക്കേടായി. ഈ തെരഞ്ഞെടുപ്പിൽ പോലും അത് വലിയ ചർച്ചയായി, അത് വോട്ടിനെ പോലും ബാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത്തരം വിഷയങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് ഇപ്പോൾ UDF, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെതിരെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം. ഒപ്പം മറ്റൊന്ന്, വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബാർക്കോഴ വിവാദം. മാണിയുമായി ബന്ധപ്പെട്ട് എക്സ് മന്ത്രിയായിരുന്ന ബാബുവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിവാദം നമുക്ക് മുന്നിലുണ്ട്. അതിനുള്ള ഒരു ആയുധം എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും ഈ ഒരു അവിശുദ്ധ ബന്ധം, മദ്യമുതലാളിമാരുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം അതെല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട്, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അതിലൊരിക്കലും ഇടതുപക്ഷം വിഭിന്നമല്ല, വലതുപക്ഷം വിഭിന്നമല്ല എന്നതിൻ്റെ ഒരു വ്യക്തത കൂടിയാവുകയാണ് ഇതിലൂടെ, അല്ലേ? തീർച്ചയായും ഇതിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും കൃത്യമായ നയസമീപനങ്ങൾ, നയരൂപീകരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുന്നത് ഇതേപോലുള്ള ബാർ മുതലാളിമാരാണ് എന്നുള്ള കാര്യമാണ് ഓരോ കേസിലൂടെയും പുറത്തു വരുന്നത്. UDFിൻ്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ ആ സർക്കാരിനെ പിടിച്ചുലച്ച വിഷയം എന്ന് പറയുന്നത് സോളാർ വിഷയത്തെ പോലെ തന്നെ മറ്റൊരു വിഷയമായി ഉയർന്നു വന്നത് ഈ ബാർക്കോഴ വിവാദമാണ്. KM മാണിയെ ഇത്രയധികം അഴിമതി ആരോപണത്തിലേക്ക് തള്ളിയിട്ട
മറ്റൊരു കേസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ബാർ ഉടമകളുമായിട്ടുള്ള അല്ലെങ്കിൽ ബാർ കോഴ കേസാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണം നഷ്ടപ്പെടുന്നതിന് പോലും അത് കാരണമായി. അത്തരത്തിൽ ആ ഒരു സർക്കാരിനെ ആക്ഷേപങ്ങളുടെ ശരങ്ങളെയ്ത് ഇല്ലായ്മ ചെയ്ത ഒരു കക്ഷി ഭരണത്തിലിരിക്കുമ്പോൾ അതേ കക്ഷി തന്നെ വീണ്ടും ബാർ ഉടമകളുടെ സ്വാധീനത്തിന് അകപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അവർ തന്നെ പറയുന്നു, പ്രധാനപ്പെട്ട മദ്യനയം രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടി പണം വേണം എന്നാവശ്യപ്പെട്ട് 800ഓളം ബാറുകളിൽ നിന്നാണ് 2.5 ലക്ഷം രൂപ വീതം പിരിച്ചത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയിട്ടാണ് ഇത്തരത്തിൽ മദ്യനയങ്ങൾ അല്ലെങ്കിൽ എക്സൈസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ നൽകിയാണ് മദ്യനയത്തിൽ പോലും മാറ്റം വരുത്തുന്നത്. നമുക്കറിയാം, ഈ ഡ്രൈ ഡേ, അതായത് എല്ലാ മാസവും 1-ാം തീയതി മദ്യശാലകൾ അടച്ചിടുന്നത് അടക്കമുള്ള വിഷയങ്ങൾ അത് മാറ്റാൻ സർക്കാരിന് മുമ്പിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ധനകാര്യമന്ത്രി തന്നെ അക്കാര്യം, ചീഫ് സെക്രട്ടറി തന്നെ അക്കാര്യം പിന്നീട് വിശദീകരിച്ചതാണ്. അത്തരത്തിൽ ചർച്ച നടന്നതാണ്. ടൂറിസം വകുപ്പ് അത്തരത്തിലൊരു നിർദ്ദേശം പോലും നൽകിയതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തെ പോലും പൊളിച്ചെഴുതാൻ കഴിയുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ബാർ ഉടമകൾ. അവരുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനത്തിന് വഴങ്ങുകയാണ് LDF ആയാലും UDF ആയാലും. ഇപ്പോൾ ഈ കേസ് വരുമ്പോഴാണ് അറിയുന്നത്, മുൻ ആഭ്യന്തരമന്ത്രിയുടെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഈ ബാർ ഉടമകളുടെ അസോസിയേഷനിലെ സജീവ അംഗം, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടി ഈ ബാർ കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വെള്ളിയാഴ്ച അടിയന്തരമായി തിരുവനന്തപുരം ഓഫീസിൽ ഹാജരാകണമെന്ന് പറയുന്നത്. 3 തവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഹാജരായില്ല. അർജുൻ രാധാകൃഷ്ണനെയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ഹാജരാകാൻ. അർജുൻ രാധാകൃഷ്ണന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ 3 തവണ ഹാജരാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടും അറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു നടപടി ഘടിപ്പിക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കമുണ്ടാവുക. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നോട്ടീസിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം അർജുൻ രാധാകൃഷ്ണനായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? ഇതിന്മേലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല. നിയമസഭയിൽ ഇതിനെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇന്നലെയും സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതും ഇന്നലെ സഭയിൽ വോക്കൗട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം നീങ്ങിയതും ഈ ബാർ കോഴ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇത് ഭരണപക്ഷത്തു നിന്നും ഇന്ന് അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കിട്ടിയ വലിയൊരു ഭരണപക്ഷത്തിന് ലഭിച്ച വലിയൊരു ആയുധം തന്നെയാണ്. നിയമസഭയിൽ അത് കൃത്യമായി അവർ പ്രയോഗിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ബാർക്കോഴ കേസിലാണ് മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് ഈ നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MK വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.